ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. സമീപകാലത്ത് വളരെ മോശം പ്രകടനമാണ് ബ്രസീലിയൻ ക്ലബ്ബായ സാന്റോസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ബ്രസീലിയൻ ലീഗിൽ റെലഗേഷൻ സോണിലാണ് അവരിപ്പോൾ ഉള്ളത്. അതായത് കൃത്യമായി പറഞ്ഞാൽ 17ാം സ്ഥാനത്താണ് ഉള്ളത്. 16 മത്സരങ്ങൾ കളിച്ചിട്ട് കേവലം 4 വിജയങ്ങൾ മാത്രമാണ് അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. 9 തോൽവികൾ അവർക്ക് വഴങ്ങേണ്ടി വന്നിട്ടുണ്ട്. 16 മത്സരങ്ങളിൽ നിന്ന് 15 പോയിന്റ് മാത്രമാണ് അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ പരിശീലകനായ ക്ലബർ സേവിയറുടെ ഭാവി ഇപ്പോൾ തുലാസിലാണ്. അതായത് ബ്രസീലിയൻ മാധ്യമമായ UOL ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ക്ലബർ സേവിയറെ പുറത്താക്കാൻ ഇപ്പോൾ സാന്റോസ് അധികൃതർ ആലോചിക്കുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. പകരം പ്രശസ്ത അർജന്റീൻ പരിശീലകനായ ജോർഹെ സാമ്പോളിയെ കൊണ്ടുവരാൻ സാന്റോസ് ആലോചിക്കുന്നുണ്ട് എന്നാണ് ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് നെയ്മർ ജൂനിയർക്ക് ഈ പരിശീലകനെ കൊണ്ടുവരാൻ താല്പര്യമാണ്, അല്ലെങ്കിൽ നെയ്മർക്ക് എതിർപ്പുകൾ ഒന്നുമില്ല എന്ന കാര്യം കൂടി ബ്രസീലിയൻ മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ അർജന്റീൻ പരിശീലകൻ നിലവിൽ ഫ്രീ ഏജന്റ് ആണ്. കഴിഞ്ഞ ജനുവരി മുതൽ അദ്ദേഹം ഫ്രീ ഏജന്റ് ആണ്. ഏറ്റവും ഒടുവിൽ അദ്ദേഹം ഫ്രഞ്ച് ക്ലബ്ബായ റന്നസിനെയായിരുന്നു പരിശീലിപ്പിച്ചിരുന്നത്. വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള പരിശീലകനാണ് സാമ്പോളി. നേരത്തെ അർജന്റീന ദേശീയ ടീമിനെ പരിശീലിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം സാന്റോസിനെ തന്നെ അദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തെ തിരികെ കൊണ്ടുവരാനാണ് സാന്റോസ് ആലോചിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും സമീപകാലത്ത് ചില പരിശീലകരെയൊക്കെ സാന്റോസിന് പുറത്താക്കേണ്ടി വന്നിട്ടുണ്ട്. അതായത് 2024 ഡിസംബർ മുതൽ ഈ വർഷം ഏപ്രിൽ വരെ പെഡ്രോ കൈക്സീഞ്ഞയായിരുന്നു സാന്റോസിന്റെ പരിശീലകൻ. പക്ഷെ അദ്ദേഹത്തെ ക്ലബ്ബ് പുറത്താക്കി. അതിനുശേഷം ഇടക്കാല പരിശീലകനായിക്കൊണ്ട് സെസാർ സാംബിയോ ഉണ്ടായിരുന്നു. അതിനുശേഷമായിരുന്നു ക്ലബർ സേവിയർ വന്നിരുന്നത്. നമുക്കറിയാം, അദ്ദേഹം കഴിഞ്ഞ ഏപ്രിൽ മാസം മുതലാണ് സാന്റോസിന് വേണ്ടി പ്രവർത്തിച്ചു തുടങ്ങിയത്. പക്ഷെ മോശം പ്രകടനമാണ് ക്ലബ്ബ് നടത്തുന്നത്. നേരത്തെ ടിറ്റയുടെ അസിസ്റ്റന്റ് പരിശീലകനായിക്കൊണ്ടൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് സേവിയർ. പക്ഷെ സാന്റോസിൽ അദ്ദേഹത്തിന് തിളങ്ങാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ അധികം വൈകാതെ അദ്ദേഹത്തിന്റെ പരിശീലക സ്ഥാനം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.